ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തട്ടുകടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രുചിയിൽ മുളക് ബജി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 10 ബജിമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ബജിമുളക് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് 2 പീസാക്കി എടുക്കണം. നിങ്ങൾക്ക് മുഴുവനായിട്ട് പൊരിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ പൊരിച്ചാൽ മതി. അതിനുശേഷം ഇതുപോലെ സൈഡിലൊന്ന് കീറി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മുഴുവൻ ഇങ്ങനെ കീറിയതിന് ശേഷം ഇതിൽ ഒരല്പം ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇങ്ങനെ ചെയ്താൽ പൊരിച്ച് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മുളകിന്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്കിനി ഇതിന് വേണ്ട കൂട്ട് റെഡിയാക്കി എടുക്കണം. ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലപ്പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ 1 നുള്ള് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പക്കാരം അങ്ങനെയാണെങ്കിൽ മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. ഞാനിപ്പം സോഡാപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ നോക്കിയിട്ട് ഒഴിക്കുക. കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഈ ഒരു കട്ടിയിലാണ് മാവ് വേണ്ടത്. ഇനി ബജി റെഡിയാക്കാം. ഈ ഒരു കൂട്ടിൽ മുളക് നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ബാക്കിയുള്ള മുളകും ഇതുപോലെ തന്നെ കൂട്ടിൽ നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒരു വശം പൊരിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കണം. ഇതിപ്പോൾ എല്ലാ വശവും നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പം നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.